ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി.എസ്. എലീറ്റിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ദ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന പോമാണ്. ആദ്യം തന്നെ എലീറ്റിനെ കുറിച്ചിട്ട് നോക്കാം. അദ്ദേഹം ബ്രിട്ടീഷ് പോയറ്റാണ്, പ്ലെയറൈറ്റാണ്, എസ്സേയിസ്റ്റാണ്, ക്രിട്ടിക്കാണ്. 20th സെഞ്ച്വറിയിലെ ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ കൂടിയാണ്. ട്രഡീഷണൽ പോയറ്റിക് ഫോമിനെ ബ്രേക്ക് അവേ ചെയ്തിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മോഡേണിസ്റ്റ് മൂവ്മെൻറ്റിൽ അദ്ദേഹം സെൻട്രൽ റോൾ നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രിഫ്രോക്ക്, ദ വേസ്റ്റ്ലാൻഡ്, ഫോർ കോട്ടേറ്റ്സ്, പ്ലേസ് ആയിട്ടുള്ള മർഡർ ഇൻ ദ കത്തീഡ്രൽ, ദ കോക്ടെയിൽ പാർട്ടി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോമിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. അദ്ദേഹം ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്നത് 1922 ഈ ഒരു പോം കൺസിഡർ ചെയ്യുന്നത് കോർണർ സ്റ്റോൺ ഓഫ് മോഡേണിസ്റ്റ് പോയട്രി എന്ന പേരിലാണ്. അതുപോലെ 20th സെഞ്ച്വറിയിലെ ഒരു സിഗ്നിഫിക്കൻ്റ് പോമാണ്. ഈ ഒരു പോം ആദ്യമായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് UK അദ്ദേഹത്തിൻ്റെ മാഗസിനായിട്ടുള്ള ദ ക്രിട്ടേറിയോൺ എന്ന് പറയുന്ന വർക്കിലാണ്. ഈ ഒരു വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത് 5 സെക്ഷൻസ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദ ബ്യൂറിയൽ ഓഫ് ദ ഡെഡ്, എ ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സർമൺ, ഡെത്ത് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെഡ്. ഈ 5 സെക്ഷൻസ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സെക്ഷനിൽ അദ്ദേഹം ബ്യൂറിയൽ ഓഫ് ദ ഡെഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊരു ഡിസൊല്യൂട്ട്മെൻറ്റിലാണ് മെയിൻ തീം എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് സീസണിനെ കുറിച്ചിട്ടാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് എ ക്രൂവൽ റിമൈൻഡർ ഓഫ് മെമ്മറി ആൻഡ് ലവ് എന്നാണ് പറയുന്നത്. അതായത് ബ്ലൂമിംഗ് ആയിട്ടുള്ള ലീലാക്സ്, അതുപോലെ സ്പ്രിങ്ങിലെ റൈൻസ് ഒക്കെ പെയിൻഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാസ്റ്റുകൾ സ്റ്റിയറിങ് അപ്പ്, അതായത് ഒന്നുകൂടെ നമ്മൾ മനസ്സിൽ ഇളക്കി മറിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത് എർത്തിന് താഴെയുള്ള ബൾബ്സ്, അതായത് മുളകൾ, ഉണങ്ങിയ മുളകൾ സപ്രസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വിൻ്റർ സീസണിൻ്റെ ആ ഒരു ചൂട് ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് സമ്മർ സീസൺ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന ഫ്രീഡത്തെയും അതുപോലെ ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന സ്ലെഡിങ്ങിൻ്റെ ഓർമ്മകളെയൊക്കെ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. നരേറ്റർ പ്രതീക്ഷിക്കുകയാണ്, അതായത് മോഡേൺ ലൈഫിൻ്റെ വെയർനെസ്സും അതുപോലെ തന്നെ ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ ഷാഡോയിലും അദ്ദേഹം ഒരു ആശ്വാസം തേടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം മാഡം സോസോസ്ട്രിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതൊരു ഫോർച്യൂൺ ടെല്ലറാണ്. അദ്ദേഹം പറയാണ് വാട്ടറിലുള്ള ഡെത്തും അതുപോലെ തന്നെ എയിംലെസ് ഫ്യൂച്ചറും ഒരു വാൻഡറിങ് ആണെന്ന് പറയണം, അതായത് ഒരു അശുഭകരമാണെന്ന് അദ്ദേഹം പറയാണ്. പിന്നീട് നരേറ്റർ മോഡേൺ എക്സിസ്റ്റൻസിലെ ശൂന്യതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നരേറ്റർ ഒരു കൂട്ടം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു സിറ്റിയിൽ, അതായത് മഞ്ഞ് മൂടിയിട്ടുള്ളൊരു സിറ്റിയിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ലണ്ടൻ ബ്രിഡ്ജിലെ സ്റ്റെറ്റ്സണുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു സറിയൽ കോൺവെർസേഷൻ, അതായത് ഒരു സ്വപ്നമായിട്ടുള്ളൊരു കോൺവെർസേഷൻ പോലെ ഡെത്തിനെയും ഡീക്കെയും കുറിച്ചിട്ടാണ് അവർ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെക്ഷനിൽ പോയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇമാജറി ആയാലും ഡയലോഗ്സ് ആയാലും ഒരു വേൾഡിനൊരു ബ്ലീക്ക് പിക്ചറാണ് കൊടുക്കുന്നത്, അതായത് ഇരുണ്ടിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുക്കുന്നത്. അതിലൊരു കോൺവെർസേഷൻ്റെ സെക്ഷൻ ആയാലും അദ്ദേഹം ഓരോ സീസണിൽ കൊടുത്തിട്ടുള്ള ഇമാജസ് ആയാലും അദ്ദേഹം വേൾഡിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ബ്ലീക്ക് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റ്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എ ഗെയിം ഓഫ് ചെസ് ആണ്. ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാജകീയ കസേരയിലിരിക്കുന്ന ഒരു വുമണിനെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ സറൗണ്ടിങ് എന്ന് പറയുന്നത് ക്യാൻഡിൽ ലൈറ്റ് കൊണ്ട് ഫിൽ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സെൻറ്റ് ഓഫ് എക്സോട്ടിക് പെർഫ്യൂം ഉണ്ടായിരുന്നു. അതുപോലെ അവളുടെ ഹെയർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അവളുടെ കമ്പാനിയനുമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഡിസ്മൽ വേൾഡിൽ അവൾക്ക് കോൺവെർസേഷനും അതുപോലെ കണക്ഷനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഒരു സൈലൻറ്റ് റെസ്പോൺസ് പോലും അവൾ ഒരു ആങ്സൈറ്റിയിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ തന്നെ നടക്കുകയാണ്. പബ്ബിലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ കോൺവെർസേഷനിലൊരു ഇൻട്രപ്ഷൻ വരികയാണ്. ഇത് അവരുടെ ലൈഫിൽ ഒരു നോർമൽ സാധാരണ ആയിട്ടുള്ള ഒരു റൊട്ടീനിലൊരു റിമൈൻഡറായിട്ട് വരികയാണ്. പിന്നീട് അവരുടെ കോൺവെർസേഷൻ ലില്ലെന്ന് പറയുന്ന വുമണിലേക്ക് പോവുകയാണ്. അവളുടെ അപ്പിയറൻസസും അതുപോലെ മാരേജും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് പേഴ്സണൽ ഹാർഡ്ഷിപ്പ് ഉണ്ടായിട്ട് പോലും അവളുടെ ലൈഫിൽ അനുഭവിക്കുന്ന സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. പിന്നീട് ലില്ല് തുറന്ന് പറയുന്നത്, അതായത് അവളുടെ ടൈമിലുണ്ടായിട്ടുള്ള വുമൺസിൻ്റെ ഹാർഷ് റിയാലിറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള
എന്താ പറയുക, ഹാർഷ് ജഡ്ജ്മെൻറ്റിനെയും ഇൻഡിഫറൻസിൻ്റെയും ഹൈലൈറ്റ് ചെയ്തിട്ട് അവൾ പറയും. പാസേജ് ഓഫ് ടൈമിനെയും അതുപോലെ അവരുടെ നിലനിൽപ്പിൻ്റെ ഏകാന്തതയെയും മൊണോട്ടമിയെയും ഊന്നി പറഞ്ഞു കൊണ്ടിരിക്കുന്ന പബ്ബിൽ നിന്ന് പുറത്തു പോകാനുള്ള ആഹ്വാനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സീൻ ഇവിടെ എൻഡാവുന്നത്. നെക്സ്റ്റ് തേർഡ് സെക്ഷനായിട്ടുള്ള ദ ഫയർ സെർമനാണ്. ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നത് ഇമേജ് ഓഫ് റിവർ തെയിംസ് ആണ്. വിൻഡ് സൈലൻ്റ്ലി ഓവർ ഹെഡ് ചെയ്തു പോകുന്നുണ്ട്. റിവർ എന്ന് പറയുന്നത് ഇതിൽ സിംബലൈസ് ചെയ്യുന്നത് ഡീക്കേ ആൻഡ് ഡിസൊലേഷൻ എന്ന് പറയുന്ന അർത്ഥമാണ്. പിന്നീട് അദ്ദേഹം പറയാണ്, ഒരു കാലത്ത് ഈ ഒരു റിവറിൻ്റെ ബാങ്കിൽ, അതായത് തീരങ്ങളിലെ ലൈഫുകളും, അതായത് ഒരുപാട് ജീവനുകളും ന്യൂംഫുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. നരേറ്റർ തൻ്റെ പോമിൽ എഴുതുന്ന സമയത്ത് റിവർ പൊല്യൂട്ടഡും ഡെസേർട്ടഡും ആണ്, പക്ഷെ നല്ല താളത്തിൽ ഒഴുകുന്നു എന്ന് എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മെമ്മറീസ് വരുന്ന സമയത്ത്, അതായത് മരിച്ചു പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം പൊല്യൂട്ടഡ് ആയിട്ടുള്ള കനാലിലെ ഫിഷുകളെ കുറിച്ചിട്ട് അദ്ദേഹം ഓർക്കുന്നു. അതുപോലെ തന്നെ ഇരുട്ടിലും അദ്ദേഹം സ്വിനി മിസിസ് പോർട്രേറ്റിനെ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും അദ്ദേഹം സ്പ്രിങ്ങിൻ്റെ വാഗ്ദാനങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു സീന് സ്മിർനയിൽ നിന്നുള്ള മെർച്ചൻ്റ് ആയിട്ടുള്ള മിസ്റ്റർ യുജനേഡ്സിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഈ ഒരു യുജനേഡ്സിനെ നരേറ്ററെ ലഞ്ചിന് വേണ്ടിയിട്ട് മെട്രോപോൾ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ഷണം ഡസ്ക് ഫെയിലാണെന്നാണ് പറയുക. അതായത് ഒരു സന്ധ്യ ഫെയിലായതിന് തുല്യമാണെന്നും അൺവെൽക്കംഡ് ആയിട്ടുള്ളൊരു യങ് മാൻ്റെ ഇടപെടൽ മൂലം ഈ ഒരു സീന് സോളിറ്ററി വുമൺസിൻ്റെ നോർമൽ റൊട്ടീനിലേക്ക് ട്രാൻസിഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. സാഡ് ആൻഡ് അലോൺ ആയിട്ടുള്ള അവളുടെ ലൈഫിൽ ചെയ്യുന്ന ആക്ഷൻസിനെ ആലോചിച്ചിട്ട് അതിലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിനെ തേടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു പോം ലൈഫിൻ്റെയും ആഗ്രഹങ്ങളെയും ക്യാപ്ചർ ചെയ്തുകൊണ്ട് ലണ്ടൻ സ്ട്രീറ്റിലൂടെ പോം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എപ്പോഴും പ്രസൻ്റായിരിക്കുന്ന റിവർ സിറ്റിയുടെ ഡീക്കയിലും അതുപോലെ തന്നെ നരേറ്ററിൻ്റെ ഫ്രാഗ്മെൻ്റ് എക്സിസ്റ്റൻസിലും അദ്ദേഹം ഒരു വിറ്റ്നസ് ആവുകയാണ്. അതായത് ഈ ഒരു റിവർ വിറ്റ്നസ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് സെക്ഷനായിട്ടുള്ള ഡെത്ത് ബൈ വാട്ടറാണ്. ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 വീക്സ് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ഫൊയ്നീഷ്യക്കാരനായിട്ടുള്ള ഫ്ലബാസിനെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തെ കടലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും മറന്നു പോയതോടു കൂടിയാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പറയുന്നുണ്ട് ഒഴുക്ക് അദ്ദേഹത്തിൻ്റെ പാർട്സുകൾ, അതായത് റിമൈനിങ് പാർട്സുകൾ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ടെന്നും പിന്നീട് അദ്ദേഹം മുങ്ങിത്താഴുന്ന സമയത്ത് പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ട് ഓർക്കുകയും പിന്നീട് സ്റ്റോമി വേൾപൂൾ, അതായത് കൊടുങ്കാറ്റിൽ അദ്ദേഹം ഇല്ലാതാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏലിയറ്റ് റീഡേഴ്സിന് മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു സെക്ഷനിൽ നമുക്ക് തരുന്നത്. ഇതിലെ ക്യാരക്ടറായിട്ടുള്ള ഫ്ലീബസിനെ അദ്ദേഹം ലൈഫിൻ്റെ ട്രാൻസയൻസിനെ കുറിച്ചിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് സെക്ഷനിൽ വാട്ട് ദ തണ്ടർ സെഡ് എന്നുള്ള ഭാഗമാണ്. ഈ ഒരു സെക്ഷനിൽ ഡെത്തിനെയും ഡീക്കെയെയും ലാൻഡ്സ്കേപ്പ് സ്പ്രെഡായിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഒരിക്കൽ വൈബ്രൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലൈഫ് ഇല്ലാതെ അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാതെ വിത്തൗട്ട് വാട്ടർ എന്നുള്ള രീതിക്കാണുള്ളത്. ട്രാവലേഴ്സ് വാട്ടറിന് വേണ്ടിയിട്ട് റോക്സിൻ്റെ ഇടയിലൊക്കെ കൊതിക്കുന്നുണ്ട്, പക്ഷേ റോക്സിൻ്റെ ഇടയിലൊന്നും എന്തില്ല, അവർക്ക് വാട്ടർ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട് ട്രാവലേഴ്സ് ലൈഫ്ലെസ് ടെറൈനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്പെക്ട്രൽ പ്രസൻറ്റേഷൻ അവരെ വേട്ടയാടുന്നത് പോലെ, അതായത് അവരുടെ കൂടെ മൂന്നാമതൊരു ഫിഗർ നടക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. അറ്റ്മോസ്ഫിയറിൽ ഈറി സൗണ്ട്സ്, അതായത് ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹൂഡഡ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ മുഖംമൂടി ധരിച്ചിട്ടുള്ള ഫിഗേഴ്സ് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻലെസ് പ്ലെയിനിലൂടെ ട്രാവൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിറ്റീസ്, ഡിസ്റ്റൻസിലുള്ള സിറ്റീസുകൾ തകർന്നു പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ബ്ലീക്ക് സെറ്റിങ്സിൻ്റെ സമയത്ത് വുമൺസ് ഒമീനിയസ് മ്യൂസിക്, അതായത് അശുഭകരമായിട്ടുള്ള മ്യൂസിക്കുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ ബാറ്റ്സിൻ്റെ ബേബി ഫേസസ് ഉള്ള ബാറ്റ്സുകൾ ഈ ഒരു ഒമീനിയസ് ഫ്ലോയിൽ എന്ത് ചെയ്യുന്നു, അവർ പറക്കുന്നു എന്നാണ് പറയുന്നത്.
വിൻഡിൻ്റെ മാത്രം പ്ലേസ് ആയിട്ടുള്ള ചാപ്പലിൽ പോലും ഒരു ഇയറിയ അറ്റ്മോസ്ഫിയർ, അതായത് ഒരു അശുഭകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ഡിസൊല്യൂഷൻ്റെ സമയത്ത് നരേറ്റർ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ടും അതുപോലെ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചിട്ടും അദ്ദേഹം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ലസ്റ്റ്ഫുൾ ആക്സിൻ്റെ മെമ്മറീസും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒരു എംപ്റ്റി റൂമിൽ ബ്രിങ് ചെയ്യുകയും അതുപോലെ ഇംപ്രിസൺമെൻറ്റും കൺട്രോളും ഡോമിനൻസി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 സെക്ഷനിലും യാതൊരു സാമ്യതയില്ലാത്ത ഇമാജസാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഏലിയറ്റ് ക്യാപ്ചർ ചെയ്യുന്നത് ഡിസ്പയറും അതുപോലെ തന്നെ വേൾഡിൻ്റെ ഡിക്ലൈനിനെ കുറിച്ചിട്ടാണ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് തന്നിരിക്കുന്നത്.